നമ്മുടെ അടുത്ത ഡിസൈൻ ചെയ്ത വർക്കാട്ടോ ഇത്. തുമ്പിക്ക് വേണ്ടിയിട്ട് പാവാടയും ബ്ലൗസും തയ്ക്കാൻ ചേച്ചി പറഞ്ഞപ്പം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായി, എന്നാലും ചെയ്യാമെന്നോർത്തു. ആദ്യം ഞാൻ ലൈനിങ് തുണിയിലാണ് അളവുകളൊക്കെ എടുത്ത് മെഷർമെൻറ്റൊക്കെ അവൾ എടുത്തിട്ട് ഞാൻ അതിനകത്ത് വരച്ച് സാധാ ഒരു ബ്ലൗസ് മതി എന്നാണ് പറഞ്ഞത്. പ്രിൻസസ് കട്ട് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, സാധാ ബ്ലൗസ് മതി. പിന്നെ കുറച്ച് ഇറക്കം വേണമെന്നായിരുന്നു ചേച്ചി പറഞ്ഞത്. കാരണം പിള്ളേർ വേഗം വലുതാവുന്നതുകൊണ്ട് അത് ഇച്ചിരി കൂടുതൽ ഇറക്കം വെച്ചോ എന്ന് പറഞ്ഞു. പിന്നെ 2 ഇഞ്ച് ഇറക്കം കൂടുതലായിട്ട് വെച്ചു ഞാൻ. പിന്നെ ഒരു കാര്യം, നമ്മളെ ഹാർട്ട് നെക്ക് വേണമെന്നായിരുന്നു. ഏകദേശം ഞാനൊരു അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി താഴോട്ട് വരണമായിരുന്നു എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു കേട്ടോ. പിന്നെ പുറകിൽ റൗണ്ട് നെക്ക് മതി എന്ന് പറഞ്ഞു, റൗണ്ടായിട്ടാണ്. അതൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ വെച്ച് ചെയ്ത കേട്ടോ. ലൈനിങ് തുണിയിൽ തന്നെ അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്തത്. ഫ്രണ്ടിൽ മാത്രം ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് അതിനകത്ത് വരച്ചിട്ട് തുണിയിലേക്ക് അയൺ ചെയ്തിട്ട് വെച്ച് അടിച്ചിട്ടുള്ളൂ. ബാക്കി പുറകു ഭാഗമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാം സൈഡൊക്കെ തിരിച്ചിട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത്. മൊത്തം അടിച്ചിട്ട് തിരിച്ചിടുകയാണ് ചെയ്തത്. കാരണം തുണി പിഞ്ചി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അലക്കുമ്പോൾ അത് പോവാണ്ടിരിക്കും, അവിടെ തന്നെ ഉണ്ടാവും സേഫായിട്ട്. അധികം ഇത് തല്ലി തിരുമ്പൊന്നുമില്ല, എന്നാലും അത് അധികം പോവില്ല. പിന്നെ 2 ഇഞ്ച് വീതി കൂട്ടിയിട്ടിട്ടാണ് അടിച്ചത്. അപ്പം ഞാൻ എന്താക്കി, ആദ്യം നല്ല വശവും അടിക്കാണ്ട് ചീത്ത വശവും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരടിപ്പടിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് ലൈനിങ് നമ്മൾ ഇപ്പുറത്ത് അടിച്ച തയ്യൽ തുമ്പ് അകത്ത് പോകാൻ പാകത്തിന് അടിച്ചിട്ടാണ് ഇട്ടത്. അതാകുമ്പോൾ കൊച്ചിന് അസ്വസ്ഥതയും ഉണ്ടാവില്ല. നമുക്കിനി വേണമെങ്കിൽ വണ്ണം കൂട്ടണമെങ്കിൽ തിരിച്ചിട്ടിട്ട് അത് അയച്ചാൽ വണ്ണം കൂട്ടി എടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ഞാൻ അടിച്ചത്. അതിന് മൊത്തം വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിക്കണേ. കമൻറ്റൊന്നും ആരും ഇടുന്നില്ല. ഒരു രസമല്ലേ? എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞെന്നാൽ എനിക്കതൊക്കെ മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.